കഴിഞ്ഞ മെയ് മാസം 17-ാം തീയതി വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു അമ്മയുണ്ടായിരുന്നു. അമ്മ മരണപ്പെട്ടു പോയി, നിത്യതയിൽ പോയി. സ്വതം ചെയ്യുന്നു. ആ മാതാവിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ ഈ വേദപുസ്തകം കൈപ്പിടിക്കാനുള്ള കാരണം. സ്വതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ നന്മ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ അപ്പ എന്ന് വിളിക്കേണ്ട ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല. സ്വതം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ജനനമല്ല എനിക്ക് ലഭിച്ചത്. സ്വതം ചെയ്യുന്നു. അങ്ങനെ നാട്ടുകാരാലും വീട്ടുകാരാലും സ്വന്തക്കാരാലും തള്ളപ്പെട്ട് സ്വതം ചെയ്യുന്നു. ഞാനുമുണ്ട്, എൻ്റെ മാതാവുമുണ്ട്. അങ്ങനെ ജീവിതത്തിൽ അലഞ്ഞ്, അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവില്ല, ദൈവസ്നേഹം ഞങ്ങളുടെ അകത്തില്ല. സ്വതം ചെയ്യുന്നു. തെരുവിൽ വളർന്ന് തെരുവിൻ്റെ ആഹാരം കഴിച്ച് തെരുവിൽ കിടന്നുറങ്ങി. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പോയൊരു കാലഘട്ടം എൻ്റെ പിൻപിൽ കിടപ്പുണ്ട്. സ്വതം ചെയ്യുന്നു. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പോകുന്ന സമയത്ത് എൻ്റെ ജനനം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര താലൂക്കിൽ ഒറ്റശ്ശേരിമംഗലം സ്ഥലത്താണ് ഞാൻ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ കാലം ഇങ്ങനെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഈ ഗ്രാമങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിങ്ങനെ ഒരു നാടോടിയെ പോലെ എൻ്റെ മാതാവ് എന്നെ കൊണ്ട് ഇങ്ങനെ അലഞ്ഞൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. സ്വതം ചെയ്യുന്നു. ബന്ധുക്കളില്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ കുടുംബത്തിനകത്ത് അങ്ങനെ ഒരു അവസ്ഥ വന്നത് കൊണ്ട് ഞങ്ങളെ അവർ പുറന്തള്ളി. സ്വതം ചെയ്യുന്നു. എൻ്റെ മാതാവിനെ പുറന്തള്ളി. അവരെൻ്റെ മാതാവിനെ അംഗീകരിച്ചില്ല. സ്വതം ചെയ്യുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ ഞാൻ പറയുന്നത്. സ്വതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ കാലഘട്ടങ്ങളിലൊക്കെ തെരുവിൽ കിടന്ന് ഉറങ്ങി എൻ്റെ വിശപ്പടക്കാൻ അനേകരുടെ മുമ്പിൽ കൈനീട്ടി. ഇത് അനേകരുടെ മുമ്പിൽ കൈനീട്ടിയ കരമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സ്വതം ചെയ്യുന്ന വിശപ്പടക്കാൻ ഒത്തിരി പേരുടെ മുമ്പിൽ കൈനീട്ടിയ കരമാണ്. എന്ന ഈ കരത്തിൽ ഇന്ന് ബൈബിൾ പഠിക്കേണ്ട ഭാഗ്യം ദൈവം തന്നു. ഹല്ലേലൂയ. നമ്മുടെ നിന്ദകളെ പൊട്ടിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, നെയ്യാറ്റിൻകര തൊടുക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊടുക്കൽ CSC ചർച്ചിൻ്റെ സൈഡ് കാമ്പൗണ്ടിൽ കൂടി ചേർന്ന് അങ്ങോട്ട് റോഡുണ്ട്. അവിടെ സത്യദൈവ സഭ എന്ന സഭയുണ്ട്. പാസ്റ്റർ രാജൻ പാസ്റ്ററാണ് ഇപ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്നത്. അവരെ സന്യാസികളാണ്. സ്വതം ചെയ്യുന്നു. അവിടെ പാസ്റ്റർ യോവേൽ സന്യാസി ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ അമ്മയ്ക്കൊന്നും അറിയത്തില്ല. ഉച്ച സമയത്ത് വിശപ്പ് കൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന എന്നെ എടുത്തുകൊണ്ട് എൻ്റെ മാതാവ് ഒരു ഭ്രാന്തിയെപ്പോൾ റോഡിൽ കൂടെ ഓടിയപ്പോൾ എൻ്റെ മാതാവിൻ്റെ കണ്ണിൽ കണ്ട കാഴ്ച, ഒരു വെള്ള ജൂബയും ഇട്ട് വെള്ള മുണ്ടും എടുത്ത് ഒരു ഭക്തനായി മനുഷ്യനാകെ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഗേറ്റിൽ നിന്നുകൊണ്ട് എൻ്റെ മാതാവ് നിലവിളിച്ച് ചോദിച്ചു, എൻ്റെ കുഞ്ഞിന് ഒരുപിടി ആഹാരം ഉണ്ടോ, നമ്മെ തരാനുണ്ടോ? മനുഷ്യൻ ഗേറ്റ് തുറന്നു. ഞങ്ങളുടെ അകത്തെ കയറി. അവിടെ ഒത്തിരി വേലക്കാരുണ്ട്. എന്നെ അറിയാമെന്ന വേലക്കാർ ഇപ്പോഴില്ല. അവർ ഇടയ്ക്ക് മരിച്ചു, അമ്മച്ചി മരിച്ചു, ഒത്തിരി വാർദ്ധക്യമായി മരിച്ചു പോയി. സ്വതം ചെയ്യുന്നു. മനുഷ്യൻ വെറും വൃത്തികന് ഒരു മനുഷ്യൻ പോലും കയ്യിലെടുക്കത്തില്ല. മുഖത്ത് നോക്കാതെ എന്നെ തൻ്റെ വിശുദ്ധ കയ്യിൽ താൻ വാങ്ങിച്ചു. അലറിക്കരയുന്ന എന്നെ, വൃത്തിഹീനമായി കുളിച്ചിട്ടും വെള്ളം ദേഹത്തോട്ടിട്ട് നാളുകളായി എന്നെ അദ്ദേഹം കയ്യിലെടുത്തിട്ട് തൻ്റെ അകത്ത് ദൈവം ഒരു നിയോഗം കൊടുത്ത് താൻ എന്നെ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച ഉച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിശന്ന് കിടന്ന് ഞാൻ പിടയ്ക്കുകയാണ്. എനിക്ക് ആഹാരമാണ് വേണ്ടത്. എൻ്റെ മാതാവിന് ആവശ്യം അവരുടെ കുഞ്ഞായി എനിക്ക് ആഹാരം തരുക എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നു. മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ ദൈവം ഒരു ശബ്ദം കൊടുത്തു. ആ ശബ്ദം ഇതായിരുന്നു, ഇവൻ ഒരു സുവിശേഷകനായി മാറും. നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ നമ്മൾ ഈ കന്യാകുമാരി പല സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അനേക കുഞ്ഞുങ്ങൾ വന്ന്, നമുക്കറിയാം മോൻ്റെയൊക്കെ പ്രായമുള്ള അതിനേക്കാൾ കൊച്ചു പൊടി കുഞ്ഞുങ്ങളൊക്കെ വന്ന് വേറെ ചട്ടിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല, ദേഹം മുഴുവൻ അഴുക്കായിരിക്കും. വന്നുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മോട് ചോദിക്കും. നമ്മോട് പൈസ ചോദിക്കും. നമ്മൾ ഒരിക്കലും അവരെ തള്ളി ധിക്കരിച്ച് കളയരുത്. അങ്ങനെ നടന്ന ആളാണ് ഈ ജോസ് പാസ്റ്റർ. സ്വതം ചെയ്യുന്നു. ഒരു പക്ഷേ നാളെ നമ്മൾ പോടാന്ന് പറയൂ, നിനക്കില്ലെന്ന് പറയും. പക്ഷേ ഒരുപക്ഷെ നാളത്തെ പ്രവാചകനാകാം, നാളത്തെ അപ്പോസ്തലനായിരിക്കാം മനുഷ്യൻ, നാളത്തെ ഉപദേശിയായി വരുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം എളിയവനെ കുപ്പയെ നിർത്തി പ്രഭുക്കന്മാരോടുകൂടെ, മനുഷ്യപുത്രന്മാർ പ്രഭുക്കന്മാരോട് ഇരുത്ത ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവം എമ്മക്കാരനെ പിരിച്ചെടുക്കാരനെ മാത്രമല്ല സുവിശേഷകനാക്കുന്നത്, തെരുവിൽ കിടക്കുന്നവനെയും കർത്താവ് സുവിശേഷകനാക്കും. ഹല്ലേലൂയ. എൻ്റെ ജനനമുള്ള ഒരു മനുഷ്യനുണ്ട്, ബെർണാഡ് ബസിങ്. അത് നിങ്ങൾക്ക് അറിയാം. എനിക്കെല്ലാം ഓപ്പൺ ചെയ്യാൻ
ചെയ്യാൻ പറ്റത്തില്ല. ബെർണാഡ് ബ്ലെസ്സിങ്ങിൻ്റെ സാക്ഷ്യം കേട്ടവർക്കറിയാം. അങ്ങനെ ജനനം എൻ്റെയും ജനനം. സ്വതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വതം ചെയ്യുന്നു. പക്ഷെ ആ മേഖലകളെല്ലാം ഞങ്ങളെ ദൃഷ്ടി വയ്ക്കുന്ന ദൈവമുണ്ടായിരുന്നു. അങ്ങനെ നാടോടിയായി ഇവിടുന്ന് ഇടുക്കി ഞാനും എൻ്റെ മാതാവും പ്രയാണം ചെയ്ത് പോയി. സ്വതം ചെയ്യുന്നു. അവിടെ തൊടുപുഴ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ചെയർമാനായിരിക്കുന്ന PJ ജോസഫ് താമസിക്കുന്ന പുറപ്പുഴ ആ ഭാഗത്തൊക്കെ ഞങ്ങൾ ചുറ്റിപ്പറ്റി. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, പൂച്ചക്കാവ് ക്ഷേമ ക്ഷേത്രം. അവിടെ പോയി കഴിഞ്ഞാൽ ആഹാരങ്ങൾ കിട്ടും, പായസം കിട്ടും, അവിടെ വയ്ക്കുന്ന പൊങ്കലും സാധനങ്ങൾ കിട്ടും. അങ്ങനെയൊക്കെ തിന്ന് അവിടെ കിടന്ന് ആ ക്ഷേത്രത്തിലൊക്കെ കിടന്ന് അവിടുത്തെ സ്വഭാവങ്ങളും വിളച്ചതകൾ കയറി പാമ്പ് മദ്യം കിട്ടാൻ തുടങ്ങി. ആൾക്കാർ വലിച്ചിടുന്ന വീടികളും കഞ്ചാവ് കുറ്റികളും കിട്ടാൻ തുടങ്ങി. അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. എന്നെ വളർത്താൻ ബന്ധപ്പെട്ട, എന്നെ വളർത്താൻ കഷ്ടപ്പെട്ട എൻ്റെ മാതാവിന് നേരെ ഒരു സർപ്പത്തെ പോലെ വിഷം ചീറ്റുന്ന ഒരു കുഞ്ഞായി ഞാൻ മാറി. ഹല്ലേലൂയ. ആരെയും ഭയമില്ല, ആരെയും ഭയപ്പെടുവാനില്ല. ഒരു നേരത്തെ എൻ്റെ വിശപ്പടക്കാൻ സ്വതം ചെയ്യുന്നു. എന്നെ കൊണ്ടു നടന്ന അലഞ്ഞ സ്വതം ചെയ്യുന്നു. എന്നെ എറിഞ്ഞു കളയാമായിരുന്നു, എന്നെ നശിപ്പിച്ച് കളയാമായിരുന്നു. എന്നിട്ട് അവരുടെ കാര്യം നോക്കാമായിരുന്നെങ്കിലും അതൊന്നും തയ്യാറാകാത്ത മാതാവിൻ്റെ നേരെ വിഷം ചീറ്റുന്ന സർപ്പത്തെ പോലെ ഞാൻ വളരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെതായ മയക്കുമരുന്ന്, ഈ ലോകത്തിൻ്റെ പാപശക്തികൾ എന്നെ കാർന്നു പിടിച്ച് എൻ്റെ അകത്ത് കുഞ്ഞു പ്രായത്തിൽ തന്നെ ആരെയും എന്തും ചെയ്യാനുള്ള ഒരു ദുരാത്മാവിൻ്റെ അകത്ത് കയറി അങ്ങനെ ജീവൻ നയിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മാതാവ് കരയാൻ തുടങ്ങി. അങ്ങനെ തെരുവിൽ കിടക്കണ ഞങ്ങൾക്ക് ഒരു കോളനി വീട് കിട്ടി. 1,00,000 വീട് കോളനി ഫ്രീ ആയിട്ട് സർക്കാർ തന്നു. സ്വതം ചെയ്യുന്നു. അങ്ങനെ അവിടെ കിടക്കുമ്പോൾ അറിയാം 500-ലധികം വീടുകളുണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ ഈ സ്വഭാവമുള്ളവർ തന്നെയാണ്. സ്വതം ചെയ്യുന്നു. അങ്ങനെ അലഞ്ഞു നടന്ന ഒരു കാലഘട്ടം. രാത്രിയാകുമ്പോൾ എൻ്റെ മാതാവ് ഓരോ വീടുകൾ വന്ന് ചോദിക്കും, എൻ്റെ മോൻ ഇവിടെ ഉണ്ടോ, എൻ്റെ കുഞ്ഞിവിടെ ഉണ്ടോ? മാതാവിന് ഉറക്കം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. കാരണം എന്നെ തപ്പി നടക്കാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ അവർ വന്ന് ചോദിക്കുന്ന വീട്ടിനകത്ത് ഞാൻ മദ്യപിച്ച് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയോ. അവിടുത്തെ സ്ത്രീകൾ പറയൂ, നിന്റെ മകൻ ഇവിടെ ഇല്ല. എൻ്റെ മാതാവ് രാത്രി മുഴുവൻ ഓരോ വീടുകൾ തേടി നടക്കുക, എൻ്റെ കുഞ്ഞുണ്ടോ, എൻ്റെ കുഞ്ഞുണ്ടോ. ആ തിരച്ചിൽ അവരെ ഒരു ആത്മീയ കൂട്ടായ്മയ്ക്കകത്ത് കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. ന്യൂ ഇന്ത്യ ചർച്ചക്കോട് പാസ്റ്റർ ടി എബ്രഹാം അദ്ദേഹം മരിച്ച നിത്യതയിലാണ്. ആ മനുഷ്യൻ്റെ കൂട്ടായ്മയിലാണ് എൻ്റെ മാതാവ് ചെന്ന് അഭയം പ്രാപിക്കുന്നത്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. ആ മാതാവ് എനിക്ക് വേണ്ടി കരയാൻ തുടങ്ങി, എനിക്ക് വേണ്ടി ഉപവസിക്കാൻ തുടങ്ങി. 21 7 എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ ആ പ്രാർത്ഥനകളൊന്നും നിഷ്ഫലമായി പോയില്ല. എനിക്കൊരു 17 വയസ്സ് പ്രായമാകുന്നത് വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വെള്ളം പോലും ഒഴിക്കാതെ മദ്യം അടുപ്പ് പൊട്ടിച്ച് വായിലേക്ക് ഒഴിക്കുന്ന അങ്ങനെ ഒരു ദുരന്തമായി ഞാൻ മാറി. സ്വതം ചെയ്യുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ മാതാവിന്റെ കണ്ണുനീരിന് ദൈവം മറുപടി കൊടുത്തു. മറുപടി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഗവൺമെന്റ് തന്ന സൗജന്യമായി തന്ന കോളനി വീട് ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു. ഞങ്ങൾക്കുള്ള സകലതും വിറ്റ് നശിക്കേണ്ടി വന്നു. കാരണം എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി സ്വതം ചെയ്യുന്നു. വീണ്ടും അവിടുന്ന് ഓരോ ഹോസ്പിറ്റലുകൾ മാറി 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 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന് അഭയം പ്രാപിക്കേണ്ടി വന്നു. സ്വതം ചെയ്യുന്നു. ഡോക്ടർ ശിവനാരായണ പിള്ള എന്ന ഡോക്ടർ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം അവസാനം വിധി എഴുതി, ഞങ്ങൾക്ക് ഇവൻ രക്ഷിക്കാൻ പറ്റത്തില്ല. മരുന്നിനോട് പ്രതികരിക്കാത്ത വിധത്തിൽ എൻ്റെ ശരീരം വികൃതമായി. സ്വതം ചെയ്യുന്നു. ഈ തിരുവനന്തപുരം ഉള്ളൂർ പട്ടണത്തിന്റെ ഓരോ വീടുകളിലും ഡോക്ടർമാർ വന്ന് നോക്കിയിട്ട് പോകുമ്പോൾ, മെഡിസിൻ എഴുതുമ്പോൾ ആ മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി ഉള്ളൂർ പട്ടണത്തിലെ ഓരോ വീടുകൾ എൻ്റെ മാതാവ് പോകും. എൻ്റെ കുഞ്ഞ് സീരിയസ് ആയി കിടക്കുന്നു, മെഡിസിൻ വാങ്ങിക്കാൻ പൈസ തരണം. അങ്ങനെ വീണ്ടും എൻ്റെ മാതാവ് ഞാൻ തെണ്ടിപ്പിച്ചു, ഭിക്ഷയെടുപ്പിച്ചു. ഹല്ലേലൂയ. എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി 92 ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് 17ാമത്തെ വാർഡിൽ എന്നെ മാറ്റിയിട്ടു. കാരണം മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. മരണം മാത്രമാണ് ഇനി മുൻപിൽ. അങ്ങനെ കിടക്കുമ്പോൾ ചില ദിവസങ്ങൾ എവിടെയും കിടക്കേണ്ടി വന്നു. ഓരോ രാത്രി ആ വാർഡ് നിറയും. രാവിലെ ആകുമ്പോൾ
പറയുമ്പോൾ രാത്രി മുഴുവൻ നിലവിളിയാണ് ആ വാർഡിനകത്ത്. കാരണം ഒരു 10-20 വരും, രാവിലെ 2-3 കാണും, ബാക്കിയെല്ലാം മരണപ്പെടും. സ്വതം ചെയ്യുന്നു. അവിടെ കിടന്ന് ജീവിതം എന്തെന്ന് എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചു. പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലായില്ല. കുറെ ദിവസം എടുക്കേണ്ടി വന്നു. അപ്പോഴും ആ ഇരുമ്പ് കട്ടിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ മാനസാമ്പത്തിന് വേണ്ടി കരയാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു ദിവസം രാത്രി മരണത്തോട് ഞാൻ മല്ലടിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് ഉയർത്തുന്ന എൻ്റെ യേശു ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 17ാമത്തെ വാർഡിൽ ഞാൻ കിടന്ന കട്ടിനകത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ നിനക്ക് ജീവൻ തരാ, ഞാൻ നിന്നെ സൗഖ്യമാക്കാ, പക്ഷെ നീ എന്നെ പ്രസംഗിക്കുന്നവനായി മാറണം, നീ എന്നെ പ്രസംഗിക്കണം, നീ എൻ്റെ സാക്ഷിയാകണം. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തലവും എൻ്റെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. നീ എൻ്റെ സാക്ഷിയാകണം. ഞാൻ അറിയാതെ എൻ്റെ ഉള്ളം കൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞ, കർത്താവേ നീ എൻ്റെ കർത്താവാണ്, നീ എനിക്ക് ജീവൻ തന്ന, ഞാൻ ഈ ജീവൻ ഈ ശരീരം നഷ്ടപ്പെടുന്നവരെ ഞാൻ നിന്നെ പ്രസംഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രസംഗമാ തീരുമാനമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ച ഡെഡ് ബോഡി പോകേണ്ട സ്ഥാനത്ത് ദൈവം ജീവനോടെ എന്നെ പുറത്തു കൊണ്ടുപോകുന്നു. 17ാമത്തെ വയസ്സിൽ നിന്ന് 49 വയസ്സ് എനിക്ക് പ്രായമുണ്ട്. ഇതുവരെയും ആ അപ്പൻ എനിക്ക് ജീവൻ തന്നു. ഞാൻ അപ്പനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ വഴി തുറന്നാൽ അടയ്ക്കാൻ ആരെ കൊണ്ട് കഴിയില്ല. തീരുമാനങ്ങളിലേക്ക് വന്നു. ഞാൻ ബൈബിൾ കോളേജിൽ 1 വർഷം പോയി CTH പഠിച്ചു. മറ്റുള്ള കോഴ്സ് പഠിക്കണ വിദ്യാഭ്യാസമൊന്നുമില്ല. അതുകൊണ്ട് 1 വർഷം CTH പഠിച്ചു. UP, ബീഹാർ, പൂർണിയ പല സ്ഥലങ്ങളിൽ പോയി യേശുവിനെ, നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും പോയി യേശുവിനെ ഉയർത്തി. ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു. ന്യൂ ഇന്ത്യ ചർച്ച കൂടെ തൊടുപുഴ, ഇടുക്കിയിൽ തൊടുപുഴയിൽ ന്യൂ ഇന്ത്യ ചർച്ച കൂടെ ദൈവസഭയ്ക്കകത്ത് ഞാൻ ചെന്ന് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരു സുവിശേഷകനായി, ഒരു മിഷണറിയായി ഞാൻ പുറത്തിറങ്ങി. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. എൻ്റെ മാതാവ് മരിക്കുന്നവര് ഇരുന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇരുന്ന് കരയും. കാരണം അവർ ആയുസ് മുഴുവൻ സന്തോഷിക്കുന്നു. മഹാസന്തോഷമാക്കി എൻ്റെ ജീവിതത്തെ കർത്താവ് അവിടുന്ന് മാറ്റി. ഞാൻ ദൈവസഭയോട് പറയാ, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന കരച്ചിൽ നിർത്തേണ്ട. ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി കരയുന്ന പ്രാർത്ഥന നിർത്തണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു കർത്താവ് ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വാസ പോർക്കളത്തിൽ നിൽക്കുന്നത് സുവിശേഷ വില എന്തെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ ദൈവം അയച്ച് എന്താണ് സുവിശേഷം, എന്താണ് സുവിശേഷ വിലയെന്ന്, എന്താണ് കഷ്ടത എന്ന് ദൈവം പഠിപ്പിച്ചത് കൊണ്ട് ഇന്നും കർത്താവിന് വില നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവ കുഞ്ഞുങ്ങളെ സത്യം പറയുകയാണെങ്കിൽ ഒരു വിവാഹം പോലും ആരും എനിക്ക് തരത്തില്ല, ഒരു പെൺകുട്ടിയെ പോലും തരത്തില്ല. കാരണം സുവിശേഷകനായ ശേഷം കയറി കിടക്കാൻ വല്ലതും വേണ്ടേ? ശോധന ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ഒരു നിലവാരത്തിൽ പക്ഷേ ദൈവം എനിക്ക് ഒരു വ്യക്തിയെ ഒരുക്കി സ്വതം ചെയ്യും. ഞങ്ങൾ ഇന്ന് സന്തോഷമായിരിക്കുന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു, 2 പെൺകുഞ്ഞുങ്ങളെ. ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾ ചെറുതല്ല. സ്വതം ചെയ്യുന്ന ഇളയ കുഞ്ഞിനെയൊക്കെ ഗർഭിണിയ സമയത്ത് ഞങ്ങൾ കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല. അണയ്ക്കേണ്ടവർ, സ്നേഹിക്കേണ്ടവർ, കരുതേണ്ടവരൊക്കെ ഞങ്ങളുടെ മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. സ്വതം ചെയ്യുന്നു. അന്ന് ഞങ്ങൾ ഈ വചനം നടത്താൻ തുടങ്ങി. യേശു ജീവിക്കണ ദൈവമാണ്. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. ചെറിയ അല്പം വസ്തുക്കൾ ഞങ്ങൾ സ്വന്തമായി വാങ്ങിച്ച് ഏറ്റവും അധികം ഞാൻ നിന്ദിക്കപ്പെട്ടതാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. പാറശാലയ്ക്ക് അടുത്ത് പഴകുന്ന സ്ഥലം, ഏറ്റവും അധികം കരഞ്ഞതും ഏറ്റവും അധികം നിന്ദിക്കപ്പെട്ടതും ഏറ്റവും അധികം വേദനിക്കപ്പെട്ട സ്ഥലം. എന്നോട് കർത്താവ് എന്നൊരു കാര്യം പറഞ്ഞു, മോനെ, നീ എവിടെ നിന്ദിക്കപ്പെട്ട, നീ എവിടെ അപമാനിക്കപ്പെട്ട, ഒരു കുഞ്ഞിനെ തോളെടുത്തിട്ട് ഒരു ഗർഭിണിയായ ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് നീ എവിടെ ഇറങ്ങി തിരിച്ചോ ആ പട്ടണത്തിൽ ഞാൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ആ പട്ടണം നിന്നെ മാനിക്കും. അപ്പൻ്റെ വാക്കൊന്നും മാറ്റത്തില്ല കേട്ടോ. ഞാൻ ഇന്ന് പാർക്കണ ദേശത്ത് ഏറ്റവും നല്ല വീട് എൻ്റെ വീടാ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം വാക്ക് പറഞ്ഞ മാറാത്ത ദൈവമാണ്. ഞാൻ ഒരു ദൂതനകത്തുനിന്ന് പറയാ, നിങ്ങൾ എവിടെയാണ് നിന്ദിക്കപ്പെട്ടത്, നിങ്ങൾ എവിടെയാണ് തകർക്കപ്പെട്ടത്, നിങ്ങൾ എവിടെയാണ് വേദനിക്കപ്പെട്ടത്, ആ മണ്ണിൽ നിങ്ങളെ ഉയർത്താൻ നിങ്ങളെ കർത്താവ് വിശ്വസ്തനാണ്.
അവൻ ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്വതം ചെയ്യുന്നു. ആമേൻ. സ്വതം ചെയ്യുന്നു. ഒരു ദിവസം ഞങ്ങൾ ഒരു ഓല ഷെഡൊക്കെ ഇട്ടു. ഇപ്പം 500 രൂപ കൊടുത്ത് കുഞ്ഞു ഈ കനം കുറഞ്ഞ കഴയൊക്കെ വാങ്ങിച്ചു. വണ്ണം കൂടിയ കഴ വാങ്ങിക്കാനൊന്നും പൈസയില്ല. ആമേ അന്ന് 600 രൂപ, എൻ്റെ ഓർമ്മ ശരിയാണ്, വാങ്ങിച്ച് കഴയൊക്കെ ഇട്ട് ചെറിയ ഒരു കുടില് പോലെയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അതിനകത്ത് താമസിക്കുകയാണ്. ആമേ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും സാക്ഷി എൻ്റെ ഭാര്യയ്ക്കില്ല. ആമേ ഭക്ഷണങ്ങളില്ലാതെ ഞങ്ങൾ വേദനപ്പെടുന്നു. പല ദൈവദാസന്മാർ നോക്കി എങ്ങനെ ഇത് നടക്കുന്നത് എൻ്റെ ഭാര്യയെ കണ്ട് സഹതാപം കാണുകയും ആമേ സ്വതം ചെയ്യുന്നു. ഈ പാലിയോടുള്ള പാസ് ആൽബർട്ട് കേസരി പാസ്റ്റൊക്കെ എന്നെ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഹോളിസൊക്കെ വാങ്ങിച്ചു തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നത് കാരണം ഒരു അസ്ഥികൂടമായാണ് അവൾ നടക്കുന്നത്. സ്വതം ചെയ്യുന്നു. അന്ന് ഞങ്ങൾ വിശ്വസ്തയോടെ അപ്പനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ദൈവം വിശ്വസ്ത ഞങ്ങൾക്ക് അറിയാം. വിളിച്ച ദൈവം വിശ്വസ്തനെന്നറിയാം. ഞാൻ സഭയോട് പറയാ, നിങ്ങൾ ഈ വേദപുസ്തകം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നടത്തും. ഏത് താഴ്ചയിലും ഏത് കഷ്ടതയിലും ഏത് വേദനയിലും ഏത് ഞെരുക്കത്തിലും നിങ്ങളെ നടത്തുന്നത് എൻ്റെ അനുഭവമാണ്. എൻ്റെ ഒരു ആയുസ് മുഴുവൻ പ്രസംഗിച്ച തീരാത്ത വൻ കാര്യങ്ങൾ എൻ്റെ അപ്പന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വതം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ കുടിനകത്ത് ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ആമേ ബോധം കെട്ട് കിടക്കുന്ന പോലെ കിടക്കുകയാണ്. കാരണം ഇത് കൊണ്ടിറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു പ്രതിജ്ഞയുണ്ട്. ഞങ്ങളുടെ ഒരു സങ്കടം മനുഷ്യനോട് പറയില്ല. പട്ടണ കിടന്ന് മരിച്ചപ്പോൾ ഒരു വ്യക്തി അറിയാൻ പാടില്ല. അപ്പന് വേണ്ടി ഞങ്ങൾ മരിക്കും. ഹല്ലേലൂയ. അപ്പൻ ഞങ്ങളെ നടത്തണം. ഹല്ലേലൂയ. അപ്പൻ ഞങ്ങളെ കരുതണോ. ഞങ്ങൾ അപ്പൻ്റെ വേലയെ ചെയ്യുന്നത്. സ്വതം ചെയ്യുന്നു. ആരും അറിയാതെ രഹസ്യമായൊക്കെ ജോലിക്ക് പോകൂ. ആമേ സഭയിലെ വിശ്വാസികൾക്കോ സഭയ്ക്കും അറിയില്ല. ആമേ സ്വതം ചെയ്യുന്നു. അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. ആമേ അങ്ങനെയൊക്കെ പോയിടത്തൊക്കെ ഇഷ്ടം പോലെ അടി എനിക്ക് കിട്ടി. സ്വതം ചെയ്യുന്നു. ആമേ സ്വതം ചെയ്യുന്നു. ഒത്തിരി ആമേ ചിലതൊക്കെ പണിക്ക് പോകും, പണി ചെയ്യാൻ പറ്റത്തില്ല. ആമേ മുറിവുകളോട് ഞാൻ തിരിച്ചു വരും. കാരണം കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ആമേ മോനെ നീ എൻ്റെ വേല ചെയ്യണം. ഹല്ലേലൂയ. പടങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവദൂതന്മാരെ പോലെ ചില സൈറ്റുകളിൽ ആമേ ആൾക്കാരെ പറഞ്ഞയച്ച് എന്നോട് പ്രവചിച്ചിട്ടുണ്ട്. സ്വതം ചെയ്യുന്നു. എനിക്ക് അപ്പോഴൊക്കെ മനസ്സിലായി, നമ്മൾ ഇരിക്കുന്നതും നമ്മൾ എഴുന്നേൽക്കുന്നതും അറിയും ഒരു ദൈവം. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വടക്കൊരു ഭാഗത്ത് ഞാൻ മേസം പണിക്ക് കയ്യാളുടെ കൂടെ ആയിട്ട് ജോലിക്ക് പോയി. കുഞ്ഞുങ്ങൾക്ക് വിശപ്പടക്കാൻ വേണ്ടി അവിടെ ചെന്ന് ജോലിക്ക് ഇറങ്ങിക്കൊണ്ട് ഫസ്റ്റ് ഒരു കല്ലെടുത്ത് കല്ലെൻ്റെ കാലിൽ വന്ന് വീണു. ഞാൻ അങ്ങനെ റൂമിനകത്തായി. ഹല്ലേലൂയ. അവിടെ കിടക്കുന്നു. അവർ വയ്ക്കുന്ന ആഹാരം എനിക്ക് തരും. ആമേ ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ വൈകുന്നേരം ജോലിക്ക് പോയി എല്ലാം ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവ മനുഷ്യൻ ട്രാറ്റ് കൊടുത്ത് അതിലേക്ക് പോകുന്നത് കണ്ടു. നമ്മളെ കണ്ട വിശ്വാസിയൊന്നും പറയത്തില്ല, ആ രൂപത്തിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രാകൃതന്മാരെ പോലെ നിൽക്കുക. ആ മനുഷ്യൻ ചാടി ഇതിനകത്ത് കയറി, ഈ വീട്ടിനകത്ത് കയറി ആമേ അദ്ദേഹം അങ്ങ് പറയാൻ തുടങ്ങി. ഓരോരുത്തരും സുവിശേഷ വേലയ്ക്കും ഇറങ്ങിത്തിരിക്കുമോ. എന്നിട്ട് കഷ്ടത വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകും. അവരും ദൈവം വിടുകയില്ല. ആമേ അദ്ദേഹത്തിന് ഞങ്ങളെ അറിയത്തില്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. അദ്ദേഹം തുടങ്ങിയപ്പോഴേ എൻ്റെ ഹൃദയം ഉടയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എവിടെയൊക്കെ പോയോ അവിടെ എല്ലാം അപ്പൻ ഓരോരുത്തരും അയച്ച് എന്നെ തിരിച്ചു പിടിച്ച് മാമെ കഷ്ട സഹിക്കുന്ന മനുഷ്യ ഭാഗ്യവാ. അവ കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം ദൈവം വാഗ്ദത്തം ചെയ്ത ജീവകിരീട പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് ഫൽക്കാലം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത കഷ്ടത കാണാം, നിങ്ങളുടെ ജീവിത പ്രതിസന്ധികൾ കാണാം. ഒരിക്കലും അപ്പനെ വിടരുത്. അവൻ നടത്താൻ വിശ്വസ്തനാണ്, അവൻ കരുതുവാൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏത് ക്ലേശങ്ങളിലോ ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിലോ അവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ. ഒരു ദിവസം കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ തേൽ വെള്ളം പോലും കൊടുക്കാൻ കൈക്കുഞ്ഞുങ്ങളാ. അമ്മയുടെ പാല് കുടിക്കേണ്ട സമയമാ. ആമേ രാത്രിയിൽ അടുത്ത വീട്ടിൽ ശബ്ദം കേൾക്കാതെ കിണറ്റിൽ നിന്ന് കൈ കൊണ്ട് ആമെ തൊട്ടിയിൽ വെള്ളം പൊക്കിയെടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ മൂത്ത കുഞ്ഞിന് ആമെ കൊടുത്തു, വൈഫിനും കൊടുത്തു, ഞാനും കുടിച്ച് ആമെ അങ്ങനെ ബോധം കെട്ട് കിടക്കന്മാർ അവിടെ കിടക്കുകയാണ്. അന്ന് രാത്രിയിൽ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു, ജോസേ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പപ്പിനിരക്കുന്നത് ഞാൻ ഒരു നാളും കണ്ടിട്ടില്ല. എനിക്കന്നൊരു കാര്യം മനസ്സിലായി, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ അറിയുന്നൊരു അപ്പൻ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ ശബ്ദം കേട്ട് കുറേ കരഞ്ഞ് അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങി. ഹല്ലേലൂയ. അവിടെ കിടന്ന് ഉറങ്ങി. നേരം വെളുത്ത് അറിഞ്ഞില്ല.
നേരം വെളുത്തപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, പ്രൈസ് ദി ലോർഡ് എന്ന് കേൾക്കുന്നു. ഞാൻ പതുക്കെ ഒരു കമ്പ് 2 ഓലക്കീറാണ് ഞങ്ങളുടെ ഡോറ്. ആ കമ്പെടുത്ത് നേരെ വെച്ച് ആ ഓലക്കീറ് സൈഡിലേക്ക് വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഒരു വെള്ള മുണ്ടും എടുത്ത് ഒരു വെള്ള ഷർട്ടും ഇട്ട് താടിയുള്ള ഒരു ദൈവമനുഷ്യൻ നിൽക്കുകയാണ്. എനിക്ക് സങ്കടം തോന്നി. രാവിലെ ഒരു മനുഷ്യൻ വരുന്നു, ഒരു തേല പോലും കൊടുക്കാൻ എൻ്റെ വീട്ടിനകത്തില്ല. അദ്ദേഹം എൻ്റെ ഷെഡിലേക്ക് കയറി. ഷെഡെന്ന് പറഞ്ഞ ആകാശ ഭൂമിയെല്ലാം കാണാം. എന്നോ കെട്ടിയ ഓല ആമച്ചതെല്ലാം കയറി അവയെല്ലാം ഇരിക്കലുകൾ മാത്രം അങ്ങ് ശേഷിക്കുന്നുണ്ട്. സ്വതന്ത്രം ചെയ്യുന്നു. സാരി കെട്ടി മറച്ച് അങ്ങനെ ഒരു കുടിലാണ്. അതിനകത്ത് കയറി അദ്ദേഹം കൈകൾ ഉയർത്തി താൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോകുന്ന പാതകൾ, ഞങ്ങളായിരിക്കുന്ന മേഖലകളെ ആത്മാവ് തന്നെ നാവിലൂടെ വെളിപ്പെടുത്തി. ആ മനുഷ്യൻ പോകാൻ നേരത്ത് 100 രൂപ എടുത്ത് ഇന്നേക്കും 25 വർഷം മുമ്പ് 24 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. ആമ്പേ ഒരു 100 രൂപ എടുത്ത് എൻ്റെ കൈ തന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, കുഞ്ഞിന് പെട്ടെന്ന് പാല് വാങ്ങിച്ചു കൊടുക്കുക. എനിക്കെന്ന് മനസ്സിലായി, എൻ്റെ കുഞ്ഞ് പാലില്ലാതെ രാത്രി കരഞ്ഞത് എൻ്റെ അപ്പം കണ്ടു, വേറെ ആരും കണ്ടില്ല. എൻ്റെ അപ്പം കണ്ടു. ഉറങ്ങിക്കിടന്നൊരു ദൈവദാസനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ കയ്യിലിരുന്ന പൈസയും എടുത്തുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി കരുന്നവനാണ്. നിങ്ങൾ ഏത് വിഷയം നടുവിൽ വേദനപ്പെട്ടാലും ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാലും ദൈവത്തോട് നിങ്ങൾ വേദനയോടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കോ. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കോ. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും ദൈവം കുറവ് വരുത്തത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഞങ്ങളെ അന്ന് മുതൽ ദൈവം ഞങ്ങളെ അതിശയകരമായി നടത്താൻ തുടങ്ങി, അത്ഭുതകരമായി ദൈവം നടത്താൻ തുടങ്ങി. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഈ വേദപുസ്തകം കൊണ്ട് ഇറങ്ങിത്തിരിച്ച ശേഷം അനുഭവിക്കുന്ന കഷ്ടം ഒരു മനുഷ്യൻ അറിയരുത്. ദൈവത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നത്, ദൈവം അത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകണം. ഞങ്ങളുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ഘട്ടങ്ങളൊക്കെ ഒത്തിരി പ്രതിസന്ധിയിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയി. പക്ഷെ ഞങ്ങളെ ദൈവം നടത്താൻ തുടങ്ങി, ദൈവം ഞങ്ങളെ കരുതാൻ തുടങ്ങി, ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം വിശ്വസ്തനാണ്. ആ മൂത്ത കുഞ്ഞ് സ്വതം ചെയ്യുന്ന അവളിപ്പോൾ ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവൾക്ക് വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. അവൾ ഇന്ത്യൻ ആർമിയിൽ നേഴ്സായിരിക്കുന്ന ഒരു മനുഷ്യനാണ് അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. സ്വതം ചെയ്യുന്നു. അവൾക്കൊരു കുഞ്ഞുണ്ട്, അഡോൺ. ഹല്ലേലൂയ. അവന് 3.5 വയസ്സുണ്ട്. സ്വതം ചെയ്യുന്നു. അവൻ നല്ല സ്കൂളിൽ അവൻ പഠിക്കുന്നു. ആ കുഞ്ഞിനെ ദൈവം മാനിച്ചു. ഹല്ലേലൂയ. രണ്ടാമത്തെ കുഞ്ഞ് എൻ്റെ വൈഫിൻ്റെ വയറ്റിലായിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയി എവിടെ പോകുമെന്നറിയാൻ കഴിയാതെ അലഞ്ഞത്. സ്വതം ചെയ്യുന്നു. ആ കുഞ്ഞ് അവളിപ്പോൾ ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്. അവൾ സ്വതം ചെയ്യുന്നു. 2 മാസം മുമ്പ് അവളെ കല്യാണം കഴിഞ്ഞു. അവളെ ഹസ്ബൻഡ് കാനഡയിൽ സിറ്റിസൺ ആയിരിക്കുന്നു. സ്വതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടു, ഞങ്ങളുടെ രക്തബന്ധങ്ങളെക്കാൾ സഹോദരങ്ങളെക്കാൾ അധികം ദൈവം ഞങ്ങളെ ഉയർത്തി. ഹല്ലേലൂയ. സ്വതം ചെയ്യുന്നു. ഈ ഭൂമിയിൽ വെച്ച് ഞങ്ങൾക്ക് കിട്ടാമെന്നെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ സഭയോട് പറയാ, വിശ്വസ്തയോടെ നിങ്ങൾ ചുമക്കാൻ തയ്യാറായ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. എനിക്ക് തന്നെ വിദ്യാഭ്യാസമില്ലാത്തത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട്. സ്വതം ചെയ്യുന്നു. അവരൊക്കെ ദൈവം മാനിച്ചു. ഹല്ലേലൂയ. അവൾ പുറത്തെ രാജ്യത്തിലാണ് അവൾ MBBS പഠിച്ചത്. സ്വതം ചെയ്യുന്നു. ചില നാൾ കഴിയുമ്പോൾ അവൾ പിന്നെ അടുത്ത രാജ്യത്തിലേക്ക് അവൾ പോകും. ഞാൻ പറയുന്നത്, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളാണ് ഞങ്ങളുടെ ജീവിതം നിവൃത്തിയായത്. ഈ തലങ്ങളൊക്കെ ഞങ്ങളോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ ഒന്നും എത്തിച്ചേരാനുള്ള ഒരു യോഗ്യതകൾ ഞങ്ങൾക്കില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്ന് സഭയോട് പറയാ, പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പോരാടാൻ നിങ്ങൾ തയ്യാറായ, പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുക. ദൈവം വിശ്വസ്തൻ.
ഹല്ലേലൂയ. ആമേൻ. അതൊക്കെ വ്യത്യസ്തമായിട്ടാണ് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആമേൻ. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണമൊക്കെ എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ദൈവം നടത്തിയത്. സ്തോത്രം ചെയ്യുന്നു. ഓരോ ദൈവദാസന്മാർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ മെസ്സേജ് കൊടുക്കാൻ പോയപ്പോൾ അവരെഴുന്നേറ്റ് എന്നെ പരിചയപ്പെടുത്തും മുമ്പേ അവർ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ വിവാഹത്തിന് വേണ്ടി പോയപ്പോൾ ഏതോ മന്ത്രിയുടെ മകൻ്റെ വിവാഹമാണ് ഞങ്ങൾ വിചാരിച്ചത്. ഹല്ലേലൂയ. പിന്നീട് മനസ്സിലായത് ജോസ് പാസ്റ്റർ മകളുടെ കല്യാണം എന്താ. ആമേൻ. ആ നിലയിലാണ് ദൈവം മേരി നടത്തിയത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ആമേൻ. ആ കുഞ്ഞിൻ്റെ കല്യാണം നടന്ന മണ്ഡപത്തിൽ പോലും ഇങ്ങനെ കല്യാണം നടന്നിട്ടില്ല, ഇങ്ങനത്തെ ഫുഡും കൊടുത്തിട്ടില്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ നിലവാരത്തിൽ എല്ലാം ദൈവമക്കളുടെ അനുഗ്രഹം വിശിഷ്ടമാണ്, അത് വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അതിനോടെത്താൻ ആർക്കും കഴിയയില്ല. ഇന്ന് പറഞ്ഞ ദൈവസഭയോട് പറയാ, ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. ആമേൻ. ഹല്ലേലൂയ. കായംകുളം മോഹനച്ചൻ ഭാഷ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം കുഞ്ഞിന് വിവാഹം നടത്തിയത് ആമേ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് അന്ന് പ്രസംഗിച്ചത്. അങ്ങനെ ദൈവ സാന്നിധ്യമായിരുന്നു. ആമേ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ആമേ മണ്ഡപത്തിനകത്ത് ഇറങ്ങിയിട്ട് ആമേ ഉപവാസ പ്രാർത്ഥന അന്തരീക്ഷമാണ് വിവാഹ സൂക്ഷയ്ക്കകത്ത് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ആമേ സ്വതം ചെയ്യുന്നു. ആമേ ഓണസ് മുഴുവൻ എൻ്റെ ഭാഷയിൽ ആരാധിക്കുന്ന വിധത്തിൽ ആ സദസ്സ് മാറി. ഞാൻ ദൈവസഭയോട് പറയാനുള്ള കാരണം, പ്രാർത്ഥനയോടെ ചെയ്യുന്ന പല കാര്യങ്ങളിലും ജീവൻ വെളിപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ പണത്തിന്റെ കഴിവല്ല അവിടെ വെളിപ്പെടുന്നത്, മറ്റു നമ്മുടെ പ്രശസ്തിയല്ല വെളിപ്പെടുന്നത്. നമ്മുടെ ഏത് ചെറിയ കാര്യത്തെയും വലുതാക്കി മാറ്റുന്നത് അഭിഷേകം ഇറങ്ങുമ്പോഴാണ്, പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോഴാണ്, ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോഴാണ്. ഇന്ന് പറഞ്ഞ ദൈവസഭയോട് പറയാ, നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച ദൈവം നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. ദൈവം നിങ്ങൾ ഒരിക്കലും മറന്നു കളയുകയില്ല. സ്വതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.